ചികിത്സയും തുടരും എന്നാണ് ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയത്. ശരി ബിനോയ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെളിപ്പെടുത്തലുകളിൽ ചില സഹപ്രവർത്തകർ തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ. സഹപ്രവർത്തകനെ ജയിലിലാക്കാനും മരണത്തിലേക്ക് എത്തിക്കാനും വരെ ശ്രമം നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീകരതാ വിരുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഗവർണർ. സർവകലാശാലകൾക്ക് ഔദ്യോഗികമായി രാജ്ഭവൻ നിർദ്ദേശം നൽകി. ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് പരിപാടിയെന്നും പരിപാടികൾ സംഘടിപ്പിക്കാൻ VC-മാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, 14-ാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീകരതാ വിരുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് 14 ആചരിക്കണം എന്നൊരു നിർദ്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് ഒരു കത്തായി നൽകിയിരിക്കുകയാണ്. കാരണം BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ ഓഗസ്റ്റ് 15-നപ്പുറം ഇന്ത്യയെ രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു ദിവസം ഓഗസ്റ്റ് 14 അത്തരത്തിൽ ആ ഓഗസ്റ്റ് 14 ഒരു വേർപെടുത്തൽ ആയി ആചരിക്കേണ്ടത്. അത് ഇന്ത്യയെ വളരെയധികം വല്ലാതെ ഭീതിപ്പെടുത്ത ഒരു ദിവസമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു RSS അജണ്ടയുടെ ഭാഗമായിട്ട് വേണം ഗവർണർ ഇത്തരത്തിൽ ഒരു കത്ത് വൈസ് ചാൻസലർമാർക്ക് നൽകുകയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കേരളത്തിലെ സർവകലാശാലകളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്യണം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വൈസ് ചാൻസലർമാർക്ക് കത്ത് നൽകിയതാണ് വലിയ തരത്തിൽ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. എന്നാൽ ഈ കത്തിനെ പരിഹസിച്ച് തള്ളുകയാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചെയ്തത്. മാത്രമല്ല, ഒരു കാര്യം ആ കത്തിനോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിഭജന ഭീതി ദിനം എന്ന ഒരു ദിവസം ആചരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കേരളത്തിലെ ജ്ഞാനസഭ RSS സംഘടിപ്പിച്ചതും അതിൽ 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതും ഒക്കെ തന്നെ ഒരു RSS അജണ്ടയായിരുന്നു. ഒപ്പം ഭാരതാംബ എന്ന ഒരു ചിത്രവും അതിന് തൊട്ടു പിന്നാലെ പുഷ്പാർച്ചന നടത്തിയതും ഒക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിഭജന ഭീതി ദിനം എന്ന പേരിൽ ഓഗസ്റ്റ് 14 ആചരിക്കുവാൻ ഒരു സർക്കുലർ വൈസ് ചാൻസലർമാർക്ക് നൽകിയത് ചാൻസലർ. ശരി. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീകരതാ വിരുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഗവർണർ. സർവകലാശാലകൾക്ക് ഔദ്യോഗികമായി രാജ്ഭവൻ നിർദ്ദേശം നൽകി. ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് പരിപാടിയെന്നും പരിപാടികൾ സംഘടിപ്പിക്കാൻ VC-മാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഗാസയിലെ അൽ ഷിഫ ആശുപത്രിക്ക് സമീപം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അൽ ജസീറയുടെ റിപ്പോർട്ടറും ക്യാമറമാനും ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. അൽ ഷിഫ ആശുപത്രിക്ക് സമീപത്തെ ടെന്റിൽ നടന്ന വ്യോമാക്രമണത്തിൽ മരിച്ച 7 പേരിൽ ഇവരും ഉൾപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, മാധ്യമപ്രവർത്തകരടക്കം ഈ ഒരു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട